ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം നമ്മൾ തന്നെയാണ്. നാം എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ പോരായ്മകളും നമ്മുടെ ന്യൂനതകളും നമ്മുടെ കഴിവില്ലായ്മയും നമ്മുടെ ജീവിതവും നാം മനസ്സിലാക്കാതെ, നമ്മുടെ പോരായ്മകൾ തികത്തുവാൻ നാം നോക്കാതെ നാം മറ്റുള്ളവരുടെ ജീവിതത്തിലും ജോലിയിലും ഇടപെടുന്നു. മറ്റുള്ളവരുടെ ന്യൂനതകളും കഴിവില്ലായ്മയും പോരായ്മയും നാം കണ്ടെത്തുവാൻ വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയം കളയുന്നു. അവസാനം നമ്മുടെ ജീവിതം തന്നെ പാഴാക്കി കളയുന്നു. നാം എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് മറ്റുള്ളവനെ പോലെ പണമില്ല, എനിക്ക് അവനെ പോലെ സൗന്ദര്യമില്ല, എനിക്ക് അവൻ്റേതുപോലെ വാഹനമില്ല, അവൻ്റേതുപോലെ വീടില്ല. ഇത്തരത്തിലുള്ള അനാവശ്യമായ കാര്യങ്ങൾ കൊണ്ട് നാം നമ്മുടെ മനസ്സിനെ തന്നെ വീർപ്പുമുട്ടിച്ച് ധാരാളം പ്രശ്നങ്ങൾ അനാവശ്യമായി ഉണ്ടാക്കി വെക്കുന്നു. നാം ഒരു വ്യക്തിയെയും അമിതമായി സ്നേഹിക്കുകയോ അമിതമായി വിശ്വസിക്കുകയോ ചെയ്യരുത്. ജിബ്രാന്റെ പ്രവാചകൻ എന്ന പുസ്തകത്തിൽ അൽ മുസ്തഫയോട് അൽ മിത്ര ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമുക്കൊരു വ്യക്തിയെ എത്രത്തോളം സ്നേഹിക്കാം? അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി അത് വളരെ പ്രശസ്തമാണ്. അടുക്കാം, പക്ഷേ അമിതമായി അടുക്കരുത്. സ്നേഹിക്കാം, പക്ഷേ അമിതമായി സ്നേഹിക്കരുത്. നാം ഓരോരുത്തരും ദേവാലയത്തിന്റെ 4 തൂണുകൾ പോലെയായിരിക്കണം. അതെല്ലാം കുറച്ച് അകലത്തിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് മേൽക്കൂര ഇടിഞ്ഞു വീഴാത്തത്. മറിച്ച് അതെല്ലാം ആവശ്യത്തിന് അധികമായി അടുത്തു നിൽക്കുകയാണെങ്കിൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും എന്നുള്ളതാണ് വാസ്തവം. ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞു തരാം. അച്ഛൻ മൂത്ത മകന്റെ പഠനത്തിന് വേണ്ടിയായി വേൾഡ് മാപ്പ് വാങ്ങിക്കൊടുത്തു. പക്ഷേ ആ വേൾഡ് മാപ്പിനെ ഇളയ മകൻ കീറിക്കളഞ്ഞു. അച്ഛൻ ഇത് കണ്ട് കുറെ ശ്രമിച്ചിട്ടും ആ വേൾഡ് മാപ്പിനെ പഴയതുപോലെ ഒട്ടിക്കുവാൻ കഴിഞ്ഞില്ല. അവസാനം ഒരു പുതിയ മാപ്പ് വാങ്ങുവാൻ തന്നെ പോയി. പക്ഷേ തിരിച്ചു വന്നപ്പോൾ അച്ഛന്റെ അത്ഭുതം എന്ന് തന്നെ പറയാം, ആ മാപ്പിനെ പഴയതുപോലെ ഒട്ടിച്ചു വെച്ചതാണ് അച്ഛൻ കണ്ടത്. അച്ഛൻ മകനോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ഇതിനെ ശരിയാക്കിയത്? ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് അതിന് കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ മകൻ ചിരിച്ചുകൊണ്ടൊരു മറുപടി പറഞ്ഞു, ആ വേൾഡ് മാപ്പിന്റെ പിറകിൽ ഒരു മനുഷ്യന്റെ പടമുണ്ടായിരുന്നു. ഞാൻ ആ മനുഷ്യന്റെ രൂപം പൂർത്തിയാക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അവസാനം വേൾഡ് മാപ്പും പൂർത്തിയായി കിട്ടി. ഈ ചെറിയ കഥയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനുള്ള പാഠം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. നാം ഓരോരുത്തരും നന്നാവുകയാണെങ്കിൽ നമുക്ക് ലോകം തന്നെ നന്നാക്കുവാൻ കഴിയും, ലോകം തന്നെ മാറ്റിമറിക്കുവാൻ കഴിയും. നാം ഓരോരുത്തരും മറ്റുള്ളവരുടെ സൗന്ദര്യവും വേഷവും കണ്ടല്ല അവരെ നാം വിലയിരുത്തേണ്ടത്, മറിച്ച് അവരുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് നോക്കിയാണ്. ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞു തരാം. ഒരിക്കൽ സോക്രട്ടീസ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അടുത്തുള്ള കിണറിൽ പോയി നോക്കി വരൂ. ശിഷ്യന്മാർ ഓരോന്നോരോന്നായി ആ കിണറിൽ പോയി നോക്കി. തിരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു, ആ കിണറ്റിൽ വെറും പ്രതിബിംബം മാത്രമാണ് കാണുന്നത്. പക്ഷേ ഒരു ശിഷ്യൻ സോക്രട്ടീസിനോട് മറുപടി പറഞ്ഞു, ആ കിണറിന്റെ ആഴത്തിൽ ഞാൻ ഒരു മത്സ്യത്തെ കണ്ടു. അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, നീയാണ് എന്റെ യഥാർത്ഥ ശിഷ്യൻ, നീ ആ കിണറിന്റെ ആഴങ്ങളിലേക്ക് നോക്കിയിരിക്കുന്നു. ഈ കഥയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നാം ഒരു വ്യക്തിയെയും വിലയിരുത്തേണ്ടത് അവന്റെ മുഖഭാവമോ സൗന്ദര്യമോ വേഷമോ സമ്പത്തോ ആസ്തിയോ വീടോ വാഹനമോ നോക്കിയല്ല, മറിച്ച് അവന്റെ മനസ്സിന്റെ ഉൾഭാഗത്ത് നോക്കിയാണ്, അവന്റെ മനസ്സ് നോക്കിയാണ്. മനസ്സ് നന്നായാൽ മനുഷ്യൻ നന്നാകും, മനുഷ്യൻ നന്നായാൽ ലോകം തന്നെ നന്നാകുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഇവിടെയാണ് കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ എനിക്ക് ഓർമ്മ വരുന്നത്. ലോകം മുഴുവൻ നന്നാകുവാൻ ഒരു ചെറിയ സൂത്രം ഞാൻ ചെവിയിലൂതിടാം, സ്വയം നന്നാവുക.